Assalamu alaikum to my beloved souls. Today's video is very special for me because I use my own language. ഞാനിന്ന് എൻ്റെ ഓൺ ലാംഗ്വേജിലാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഞാനതിൽ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇന്ന് ഇന്ന് സ്വന്തമായിട്ടുള്ള ലാംഗ്വേജിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാന്നൊക്കെ ഒരു തോന്നൽ ഇന്ന് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കാണുന്നത് എത്രയ്ക്ക് ആൾക്കാരാണെന്ന് എനിക്കറിയില്ല. അതായത് മലയാളീസാണോ, അങ്ങനെ ഞാനൊരു മലയാളിയാണെന്ന് അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഒരു മലയാളത്തിൽ ഒരു വീഡിയോ എങ്കിലും ചെയ്തുകൂടാ എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ്. എനിക്കിഷ്ടമാണ് എൻ്റെ ഓൺ ലാംഗ്വേജിൽ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കംഫേർട്ട്, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് കംഫേർട്ടും പീസും കാര്യങ്ങളും സമാധാനമൊക്കെ തരാൻ പറ്റുമെന്ന് ഞാനിങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഓൺ ലാംഗ്വേജിൽ സംസാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് എന്തൊക്കെ പോലെ തോന്നും. കാരണം കുറേ വ്യൂസ് എവിടെ നിന്നാണെന്നുള്ളത് എനിക്ക് ക്ലിയറായിട്ട് ഇപ്പോഴും അറിയില്ല. അപ്പോൾ എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ പറയണം. ഈ വീഡിയോൻ്റെ ബേസിസിലായിരിക്കും ഞാൻ മലയാളത്തിൽ എന്തായാലും വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കുക. എനിക്ക് മറ്റുള്ളവർക്ക് ഇനി അറിയാത്തവർ മലയാളം അവർക്ക് മനസ്സിലാവില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴും സങ്കടമുണ്ട്. പക്ഷേ എനിക്ക് ഈ വീഡിയോ ഒരു 4 മിനിറ്റെങ്കിലും നിങ്ങളോടൊന്ന് സംസാരിക്കണം, എൻ്റെ ഓൺ ലാംഗ്വേജിൽ ഞാനായിട്ട് നിന്നുകൊണ്ട് സംസാരിക്കണം തോന്നി. മറ്റേ ഇംഗ്ലീഷ് ലാംഗ്വേജിലൊക്കെ സംസാരിക്കുന്നത് ഐ റിയലി ലൈക്ക് ദാറ്റ് ഓൾസോ. ബട്ട് ഇതിലെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള വേയിൽ പറയാം, അങ്ങനെയൊക്കെ സംസാരിക്കാമല്ലോ. അപ്പോൾ ഞാനങ്ങനെ എടുക്കുന്നു എന്ന് മാത്രം. എനിക്ക് തോന്നുന്നു ഈ വീഡിയോൻ്റെ ലെങ്ത് ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ പോവുള്ളൂ. കൂടുതലായിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഈ വീഡിയോൻ്റെ ബേസിസിലായിരിക്കും ഞാൻ കൂടുതലായിട്ട് നിങ്ങളോട് നോക്കുക. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇസ്ലാമിക് വേ. ഭയങ്കര ഇഷ്ടമാണ്. ഞാനതിൽ ഭയങ്കര ഒബ്സസ്ഡാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെ അതാണ്. എനിക്ക് നല്ലൊരു മുസ്ലിമാവുക. എല്ലാതും തികഞ്ഞ പേഴ്സൺസ് ഒന്നും അല്ലല്ലോ. എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും വിശ്വാസത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, എല്ലാവർക്കും എല്ലാതും ഉണ്ടായിരിക്കുമല്ലോ. നമ്മൾ ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഗൂസ് ബംസൊക്കെ വരുന്നത്. അവരെ നമ്മൾ നല്ല ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ നല്ല ഇഷ്ടമാണ് ഇസ്ലാമിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്, സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, എൻ്റെത് സ്മോൾ സർക്കിളാണ്. അപ്പോൾ ആർക്കും അങ്ങനെ അറിയില്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്, ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ എനിക്കങ്ങനെ അറിയുന്നതും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ മുഖം റിവീൽ ചെയ്യുന്നതും എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഒരാൾക്ക് ഒരു കംഫർട്ട് കൊടുക്കുക എന്നുള്ളത്, ഒരു പീസ് കൊടുക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല കാര്യമാണ് എന്നുള്ളത്. അപ്പോൾ അറിയാത്ത ആൾക്കാരാണ്, കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് തോന്നിയ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ഞാൻ ഈ വോയിസ് ഓവറിൽ പലതും പറയുന്നുണ്ടായിരിക്കും. ഏകദേശം 3 മിനിറ്റായി. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും ഞാനിത് അവസാനിപ്പിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ക്രിയേറ്ററിനോട് നമ്മളെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ഇപ്പോൾ എൻ്റെ ഒരു കേസിൽ തന്നെ ഞാനിത് തുടങ്ങിയത് വളരെ അൺഎക്സ്പെക്റ്റഡ്ലി ആണ്. അതായത് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. എനിക്കിഷ്ടമാണ്. ഞാൻ ഇന്നെ തന്നെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് വീഡിയോ ഞാൻ ഇതിലിടുന്നത്, യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ 2-3 വീഡിയോസ് വീണ്ടും ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ ആണ് കൂടുതലായിട്ട് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ആരോടത്തൊന്നും സപ്പോർട്ടും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. എൻ്റെ ഇൻറ്റൻഷൻ വളരെ പ്യുവറായിരുന്നു. അതുകൊണ്ടായിരിക്കാം എനിക്കൊരു 19K സബ്സ്ക്രൈബേഴ്സിൻ്റെ മുകളിൽ മാഷാ അല്ലാഹ് എനിക്കിപ്പോൾ ഉണ്ട്. അൽഹംദുലില്ലാ. ഞാനതിൽ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മളെപ്പോഴും ഗ്രേറ്റ്ഫുള്ളായിരിക്കണം. അതേറ്റവും ഇമ്പോർട്ടൻ്റാണ്. ഒരാൾ എത്രമാത്രം ഗ്രേറ്റ്ഫുള്ളായിരിക്കുന്നോ അപ്പോൾ അവർക്ക് പഠിച്ചവരിങ്ങനെ വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ അത് മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് എന്താണോ കിട്ടിയിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു ഈ വീഡിയോ എടുക്കുമ്പോൾ പോലും ഞാൻ അതാണ് എൻ്റെ ടോപ്പിക്, അതായിരിക്കണം ഞാൻ പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഗ്രേറ്റ്ഫുള്ളായിരിക്കണം. നമുക്ക് എന്താണോ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എന്താണോ ഉള്ളത്, എന്താണോ നമുക്ക് പഠിച്ചു തന്നിട്ടുള്ളത്, അതിൽ നമ്മളെപ്പോഴും
എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. എ ടു സെഡ് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്നുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതലായിട്ട് എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ 5 മിനിറ്റ് മതി എന്നാണ് എൻ്റെ മനസ്സിപ്പോൾ പറയുന്നത്. ആൻഡ് താങ്ക് യു എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, എൻ്റെ ഗൈഡൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്താ ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും.